നല്ല ക്രിസ്പി വറവിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയില്ല, നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് നനവ് വേണ്ട കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാളയുടെ പകുതി ഞാനൊന്ന് അരച്ചെടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് കുഴച്ചിട്ട് ഇതേപോലെ 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബോൾസാണ്. ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുക. വല്ലാണ്ട് തിക്നെസ് വേണ്ട കേട്ടോ, ഒന്ന് തിക്നെസ് കുറഞ്ഞു പോകാൻ വേണ്ട. ആ ഒരു പരുവത്തിൽ പരത്തിയിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒരു കുപ്പിയുടെ മൂടി കൊണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്കിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ, എന്നാലും നല്ല ക്രിസ്പായിട്ട് കിട്ടുള്ളൂ. അധികം ഇട്ട് പൊരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും കോരിയെടുക്കുക. സിമ്പിളാണ് കേട്ടോ പൊരിച്ചെടുക്കാനായിട്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ സെയിം എണ്ണയിൽ വറുത്ത കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മിച്ചറും പിന്നെ കുഴലപ്പൊക്കെ ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഈ റൈറ്റ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.